സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും 9 മണി വാർത്തയിലേക്ക് നോക്കാം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ വേഗത്തിൽ. ഹിജാബ് വിഷയത്തിൽ സമവായത്തിന് ശ്രമം. കുട്ടിയുടെ രക്ഷിതാക്കളുമായി സ്കൂൾ മാനേജ്മെന്റ് ഇന്ന് ചർച്ച നടത്തിയേക്കും. തൽക്കാലം പരസ്യ പ്രതികരണം വേണ്ടെന്ന് മാനേജ്മെന്റിന് നിർദ്ദേശം നൽകി സഭ. നിയമപരമായി മുന്നോട്ട് പോകട്ടെയെന്ന് KCBC. സർക്കാർ സമവായ നീക്കം നടത്തുമെന്ന പ്രതീക്ഷയെന്നും സഭ. തെക്കൻ ജില്ലകളിൽ തുലാവർഷം കനക്കുന്നു. തിരുവനന്തപുരത്ത് ശക്തം. കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലും മഴ കനക്കും. ഇടുക്കി, കോട്ടയം ജില്ലകളിലും മുന്നറിയിപ്പ്. കോഴിക്കോട് സൗത്ത് ബീച്ചിൽ ഉൾവലിഞ്ഞ കടൽ പലയിടത്തും പൂർവ്വസ്ഥിതിയിലേക്ക്. എന്നാൽ കോർപ്പറേഷൻ ഓഫീസിന്റെ എതിർവശത്തടക്കം ചിലയിടങ്ങളിൽ ഇപ്പോഴും ഉൾവലിഞ്ഞ നിലയിൽ തന്നെ. ഇന്നലെ രാത്രിയായിരുന്നു പ്രദേശത്ത് കടൽ ഉൾവലിഞ്ഞത്. പാലക്കാട് കണ്ണാടിയിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതിൽ ക്ലാസ് ടീച്ചർക്കെതിരെ ആരോപണം. കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ അർജുൻ ആത്മഹത്യ ചെയ്തത് ക്ലാസ് ടീച്ചറുടെ നിരന്തര പീഡനത്തെ തുടർന്നെന്ന് വീട്ടുകാർ. ഇൻസ്റ്റഗ്രാമിൽ കുട്ടികൾ തമ്മിൽ മെസ്സേജ് അയച്ചതിന് അധ്യാപിക അർജുനെ ഭീഷണിപ്പെടുത്തി. കുടുംബം കുന്നമംഗലം പോലീസിൽ പരാതി നൽകും. ചേപ്പാടി പള്ളിയുടെ കുരിശടി തകർന്ന സംഭവത്തിൽ പ്രതിഷേധവുമായി സഭ. ദേശീയപാത വികസനത്തിന്റെ മറവിൽ അറിയിപ്പില്ലാതെ കുരിശടി തകർത്തത് വിശ്വാസികളുടെ ഹൃദയത്തിലേറ്റ മുറിവെന്ന് ഡോക്ടർ യുഹാനോൻ മാർ ദിയാസ്കോറോസ്. റവന്യൂ വകുപ്പ് പോലീസ് ഉദ്യോഗസ്ഥരുടെ നടപടി പ്രതിഷേധാർഹം. കുരിശ് തകർത്തവർ നാടിനെയും സഭയെയും അപമാനിച്ചുവെന്നും സഭയുടെ മാധ്യമ വിഭാഗം തലവൻ. തിരുവനന്തപുരം DCCക്കെതിരെ KSU. ജില്ലാ കമ്മിറ്റി യോഗത്തിൽ DCC നേതൃത്വത്തിനെതിരെയും ജില്ലയിലെ MP മാർക്കെതിരെയും വിമർശനം. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിലും സംഘടനാ പ്രവർത്തനത്തിനും പിന്തുണയില്ലെന്ന ആക്ഷേപം. സമരങ്ങളിൽ അടികൊള്ളാനും ജയിലിൽ പോകാനും മാത്രമുള്ളവരായി കാണരുതെന്നും KSU. നെന്മാറ സജിത കൊലക്കേസിൽ ചെന്താമരയുടെ ശിക്ഷ ഇന്ന് വിധിക്കും. കേസ് ജില്ലാ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയിൽ. സംഭവം 2019 ഓഗസ്റ്റ് 31. പുതിയ അവകാശവാദവുമായി ട്രംപ്. റഷ്യൻ എണ്ണ വാങ്ങില്ലെന്ന് ഇന്ത്യ സമ്മതിച്ചെന്ന് അമേരിക്കൻ പ്രസിഡന്റ്. മോദി ഉറപ്പ് നൽകിയെന്നും നിർണായക ചുവടുവയ്പ്പെന്നും ട്രംപ്. പ്രതികരിക്കാതെ ഇന്ത്യ. ഹമാസിന് മുന്നറിയിപ്പുമായി US സെൻട്രൽ കമാൻഡ്. പലസ്തീൻ സിവിലിയന്മാർക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കണം. ഇസ്രായേൽ 45 പേരുടെ മൃതദേഹങ്ങൾ കൈമാറിയതായി ഹമാസ്. ഹമാസ് കൈമാറിയ 4 മൃതദേഹങ്ങളിൽ 1 ബന്ദിയുടേതല്ലെന്ന് ഇസ്രായേൽ. ബീഹാറിൽ സീറ്റ് നിർണയം പൂർത്തിയാക്കാനാവാതെ ഇന്ത്യ സഖ്യം. സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിൽ കല്ലുകടി. പട്ന വിമാനത്താവളത്തിൽ നേതാക്കൾക്കെതിരെ പ്രതിഷേധം. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ അവസാനിക്കും. നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച ചാണ്ടിയുമ്മൻ. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനത്തിൽ പാർട്ടി ചുമതലയിൽ നിന്ന് നീക്കിയതിൽ പരസ്യ പ്രതിഷേധം. നടപടി മാനസികമായി വളരെ വിഷമമുണ്ടാക്കി. പറഞ്ഞിരുന്നെങ്കിൽ താൻ രാജിവെച്ചൊഴിഞ്ഞേനെയെന്നും ചാണ്ടിയുമ്മൻ. അബിൻ വർക്കിയെ പിന്തുണച്ച ചാണ്ടിയുമ്മൻ. അബിന്റെ അഭിപ്രായം കൂടെ തേടിയിട്ട് വേണമായിരുന്നു തീരുമാനമെടുക്കാനെന്ന് പ്രതികരണം. വിശദമായി നോക്കാം. എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ സമവായത്തിന് നീക്കം. കുട്ടിയുടെ രക്ഷിതാക്കളുമായി സ്കൂൾ മാനേജ്മെന്റ് ഇന്ന് ചർച്ച നടത്തിയേക്കും. തൽക്കാലം പരസ്യ പ്രതികരണം വേണ്ടെന്ന് സ്കൂൾ മാനേജ്മെന്റിന് സഭ നിർദ്ദേശം നൽകി. സർക്കാർ സമവായ നീക്കം നടത്തുമെന്ന പ്രതീക്ഷയിലാണ് സഭയുള്ളത്. വിഷയത്തിൽ നിയമപരമായി മുന്നോട്ടു പോകട്ടെ എന്നാണ് KCBCയുടെ നിലപാട്. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു. നവമിയിലേക്ക് എത്താം. എന്തായാലും സമവായത്തിന് കളമൊരുങ്ങുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഈ നിമിഷം പുറത്തുവരുന്നത്. കുട്ടിയുടെ രക്ഷിതാക്കളുമായി മാനേജ്മെന്റ് ഇന്ന് ചർച്ച നടത്തിയേക്കും. തൽക്കാലം പരസ്യ പ്രതികരണം വേണ്ടെന്നാണ് മാനേജ്മെന്റിന് നിർദ്ദേശം നൽകിയത് സഭ എന്നാണ് മനസ്സിലാക്കുന്നത്. ഹിജാബ് വിഷയത്തിൽ നിയമപരമായി മുന്നോട്ടു പോകട്ടെ എന്ന് KCBCയും നിലപാടെടുക്കുന്നു. പരസ്യ പ്രതികരണത്തിലൂടെ ഇതര മതസ്ഥരെ പ്രകോപിപ്പിക്കേണ്ട എന്നാണ്
തീരുമാനം. സാമുദായിക ധ്രുവീകരണത്തിന് വർഗീയ ശക്തികൾ ശ്രമിക്കുന്നുവെന്ന് വിലയിരുത്തൽ നടത്തുന്നു KCBC. എന്തായാലും സർക്കാർ ഈ വിഷയത്തിൽ ഒരു സമവായ ചർച്ച നടത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ സഭയുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. നവമി ദിനേശ് വിവരങ്ങളുമായി ചേർന്നു. നവമി, നമുക്കറിയാം എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ തൊട്ടാൽ പൊള്ളുന്ന ഹിജാബ് വിഷയത്തിൽ എന്ത് നിലപാടെടുക്കണമെന്ന് പോലും അറിയാതെ ഇരട്ട സ്റ്റാൻഡ്, ഡബിൾ സ്റ്റാൻഡ് പിടിച്ച സർക്കാരിനെ നമ്മൾ കണ്ടു. ഇപ്പോഴിതാ സഭ ഒരു സമവായം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. സർക്കാർ ഒരു സമവായത്തിന് ശ്രമം നടത്തുമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ സ്കൂളും ഒരു സമവായ നീക്കം നടത്തുന്നു എന്ന് മനസ്സിലാക്കണമല്ലേ? അങ്ങനെ തന്നെ കരുതേണ്ടിയിരിക്കുന്നു. എന്തായാലും ക്രൈസ്തവ സഭയിലെ ഉന്നതരായിട്ടുള്ള ചില സഭയിലെ തന്നെ ഉന്നതരായിട്ടുള്ള ചില വ്യക്തികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിയെ അടക്കം സംസാരിച്ചു എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതനുസരിച്ച് ഈ വിഷയം ഇനിയും നീട്ടിക്കൊണ്ടു പോകേണ്ടതില്ല. പല രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ ചില വ്യക്തികൾ അല്ലെങ്കിൽ ചില സമുദായത്തിൽപ്പെട്ടവർ ഇതൊരു രാഷ്ട്രീയ ധ്രുവീകരണത്തിന് മുതലെടുക്കുന്നുണ്ട്. ആ ഒരു സാധ്യത കണക്കിലെടുത്ത് ഇത് എത്രയും വേഗം ഒരു സമവായത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു വിഷയം അവസാനിപ്പിക്കണം എന്നൊരു രീതിയിലേക്ക് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രിയോട് സംസാരിച്ചതിനടക്കം ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഈ വിഷയം ഇനിയും മുന്നോട്ട് പോകേണ്ടതില്ല. ഈ ഹിജാബ് വിഷയം നിയമപരമായിട്ട് തന്നെ മാനേജ്മെന്റ് നിയമപരമായി തന്നെ മുന്നോട്ട് പൊക്കോട്ടെ. ഈ വിഷയത്തിൽ ഇനി ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് കടക്കേണ്ടതില്ല, മാധ്യമങ്ങളോടക്കം പരസ്യമായി പ്രതികരിക്കേണ്ടതില്ല എന്നൊരു നിലപാട് സ്കൂൾ മാനേജ്മെന്റിന് KCBC നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ വിഷയം എത്രയും വേഗം പരിഹരിക്കണം എന്നൊരു നിർദ്ദേശം നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് ഇപ്പോൾ സ്കൂളിലെ കുട്ടിയുടെ മാതാപിതാക്കളും ഒപ്പം മാനേജ്മെന്റിന്റെ PTA പ്രതിനിധികൾ ഇവരെല്ലാവരും ചേർന്നിരുന്ന ഒരു സമവായ ചർച്ച ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വിഷയം ഇന്നത്തോടുകൂടി തന്നെ ഏകദേശം അവസാനിപ്പിക്കാൻ തന്നെയാണ് മാനേജ്മെന്റും KCBCയും തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇതിനോടകം തന്നെ പല രാഷ്ട്രീയ പാർട്ടികളും ഇതൊരു മുതലെടുപ്പായി കണക്കാക്കി, പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലേക്ക് പോലും പലരുടെയും പ്രതികരണങ്ങൾ അതിക്രമിച്ചു എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് KCBCക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇനിയും ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകണ്ട, നിയമപരമായിട്ടുള്ളത് അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നൊരു കർശന നിർദ്ദേശം തന്നെയാണ് KCBC മാനേജ്മെന്റിന് നൽകിയിരിക്കുന്നത്. എന്തായാലും എന്താണ് ഇനി അടുത്ത നടപടി? സ്കൂൾ ഈ സമ്മതപത്രം നൽകാമെന്ന് ആദ്യവട്ട ചർച്ചയിൽ, അതായത് ഹൈബി ഈഡനും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും തമ്മിൽ നടത്തിയ ചർച്ചയിലും കുട്ടിയുടെ മാതാപിതാക്കൾ അങ്ങനെ സമ്മതമാണ്, ഹിജാബ് ധരിക്കാതെ തന്നെ കുട്ടി സ്കൂളിലേക്ക് എത്തട്ടെ എന്നൊരു ആവശ്യത്തിൽ ഉറച്ചു തന്നെ നിന്നു, അല്ലെങ്കിൽ ആ ഒരു നിർദ്ദേശത്തോട് അംഗീകരിച്ചു. പക്ഷെ പിന്നീട് വിദ്യാഭ്യാസ മന്ത്രിയുടെ ചില പ്രസ്താവനയാണ് ഈ നിലപാടിൽ നിന്നും കുട്ടിയുടെ മാതാപിതാക്കളെ അടക്കം പിന്നോട്ട് വലിച്ചത് എന്ന് ഒരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് എന്തായാലും അന്തിമ തീരുമാനം കുട്ടിയുടെ മാതാപിതാക്കൾ അറിയിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ സ്കൂൾ മാനേജ്മെന്റ് സമ്മതപത്രം നൽകാത്തതിന് പിന്നിൽ ആദ്യം സമ്മതപത്രം നൽകാമെന്ന് പറയുന്നു, പിന്നീട് അത് നിഷേധിക്കുന്നു. അത് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് അതിനു ശേഷം തന്നെയാണോ, അതല്ല എങ്കിൽ മറ്റേതെങ്കിലും സംഘടനകളുടെ ഇടപെടൽ അതിൽ കാരണമായിട്ടുണ്ട് എന്ന് കരുതാമോ എന്ന വിമർശനം ഉയരുന്നുണ്ടോ നവമി? ഒരു ബാഹ്യശക്തിയുടെ ഇടപെടൽ ഉണ്ടായി എന്ന് തന്നെയാണ് പരക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ് ആദ്യം അങ്ങനെ ഒരു നിലപാടെടുത്തത്? അതായത് ഹിജാബ് ധരിക്കാതെ തന്നെ കുട്ടി സ്കൂളിലേക്ക് എത്തട്ടെ, അല്ലെങ്കിൽ സ്കൂളിന്റെ നിയമങ്ങൾ അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകട്ടെ എന്നൊരു നിലപാടിൽ മാതാപിതാക്കൾ എത്തിയിരുന്നു. പക്ഷെ പിന്നീട് എന്തുകൊണ്ടാണ് ആ തീരുമാനത്തിൽ നിന്നും മാറിയത്? വിദ്യാഭ്യാസ മന്ത്രിയുടെ പരാമർശം മാത്രമാണോ ആ ഒരു തീരുമാനത്തിൽ നിന്നും കുടുംബത്തെ പിന്നോട്ട് വലിച്ചത് എന്നൊരു ചോദ്യം ഇപ്പോഴും ബാക്കിയാകുന്നുണ്ട്. അല്ല, ഇതിന് പിന്നിൽ ചില ബാഹ്യശക്തിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നൊരു നിഗമനത്തിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇനിയും വലിയ രീതിയിലുള്ള ചർച്ചകളിലേക്കോ അല്ലെങ്കിൽ ഇതിനെ കൂടുതൽ വിവാദമാക്കേണ്ടതില്ല. ഈ പ്രശ്നം ഒത്തുതീർക്കുന്നെങ്കിൽ അത് എത്രയും വേഗം തീർക്കട്ടെ. കാരണം ഇത് രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ളൊരു പ്രശ്നമായി, അല്ലെങ്കിൽ ഇതിനെ വലിയ രീതിയിലേക്ക് ഇത് മാറ്റിയെടുക്കുന്നു എന്ന തരത്തിലുള്ള വലിയ പ്രചാരണമൊക്കെ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇനി ഒരു പരസ്യ പ്രതികരണം, മാധ്യമങ്ങൾക്ക് പോലും ഈ വിഷയത്തിൽ പരസ്യ പ്രതികരണം കൊടുക്കേണ്ടതില്ല
എന്നൊരു നിർദ്ദേശം KCBC പോലും സ്കൂൾ മാനേജ്മെന്റിന് നൽകിയത് ആ ഒരു വാർത്തയുടെ അല്ലെങ്കിൽ ആ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി ആദ്യം നൽകിയത്. അതായത് കുട്ടിയെ ഹിജാബ് ധരിച്ചെത്തിയ കുട്ടിയെ സ്കൂളിൽ കയറ്റിയില്ല അല്ലെങ്കിൽ ക്ലാസ് മുറിയിൽ കയറ്റിയില്ല എന്നുള്ളൊരു തെറ്റായ കാര്യം വിദ്യാഭ്യാസ മന്ത്രിയെ അറിയിച്ചിരുന്നത് പോലും മാനേജ്മെന്റിനെ സംബന്ധിച്ച് വലിയ ക്ഷീണമായിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു നടക്കാത്ത കാര്യത്തെ എന്തിനാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് ആ ഒരു വാർത്ത ആരാണ് നൽകിയത് എന്ന തരത്തിലൊക്കെ വലിയ ചർച്ച വരികയും ചെയ്തിരുന്നു. എന്തായാലും മാനേജ്മെന്റ് വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകളെ പൂർണ്ണമായും തള്ളുകയാണ്. ഒപ്പം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ കാര്യങ്ങളെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ ഇത് കോടതിയടക്കം സമീപിക്കാനാണ് മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. കുട്ടിയെ സ്കൂളിൽ കയറ്റിയില്ല എന്നുള്ളൊരു വാദം തെറ്റാണ്. ഒപ്പം കുട്ടി ആർട്സ് ഡേയിൽ ഉൾപ്പെടെ ഹിജാബ് ധരിച്ചെത്തിയത് ഉള്ള കാര്യങ്ങളുടെ CCTV ദൃശ്യങ്ങളടക്കം കോടതിയിൽ സമർപ്പിക്കാൻ തന്നെയാണ് സ്കൂൾ മാനേജ്മെന്റും തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പായി ഭവ്യ, ഈ വിഷയം എന്തായാലും ഉടനെ തന്നെ ഒരു സമവായത്തിലെത്തും അല്ലെങ്കിൽ ഒരു പ്രശ്ന പരിഹാരത്തിലെത്തും എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അവിടെ ആ പ്രശ്ന പരിഹാരത്തിന് സർക്കാർ എത്രമാത്രം ഇടപെടും എന്നുള്ളതാണ് നമ്മൾ ഇനി അറിയാൻ പോകുന്ന കാര്യം. പ്രത്യേകിച്ചും സർക്കാർ സമവായ നീക്കം നടത്തുമെന്നാണ് പ്രതീക്ഷ എന്ന് സഭ പറയുന്നുണ്ട്. ഇത് തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യമാണ്, തൊട്ടാൽ കൈ പൊള്ളുന്ന വിഷയമാണ്. അപ്പോൾ ഇന്നലെ വരെ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കണമെന്ന് സർക്കാരിന് പോലും അറിയാത്ത സാഹചര്യമാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇരട്ട നിലപാട് നമ്മൾ ഇവിടെ ഈ വിഷയത്തിൽ കണ്ടതാണ്, ഒരു മലക്കമറിച്ചിൽ കണ്ടതാണ്. ഇത് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് എന്നതിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? ആ ഒരു നിലപാട് മാറ്റം ഇനി സർക്കാർ ഈ വിഷയത്തിൽ ഒരു സമവായ നീക്കം നടത്തുമെന്ന് പ്രതീക്ഷയുണ്ടോ? ഉണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കും നോമി? എന്തായാലും സർക്കാരും ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ ഇനി നിലപാടെടുത്ത് മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ക്രൈസ്തവ സഭയുടെ മതമേലധ്യക്ഷന്മാരുമായിട്ട് വിദ്യാഭ്യാസ വകുപ്പിലെ മന്ത്രി അടക്കം ചർച്ച നടത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്നലെ രാത്രിയോടുകൂടി ഇതിൽ ചില ഫോൺ സംഭാഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെയാണ് ഈ വിഷയം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിൽ ഇരു കൂട്ടരും എത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ഒരു ചർച്ച നടത്തുവാനും സ്കൂൾ മാനേജ്മെന്റിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വോട്ട് ബാങ്ക് എന്നതിനപ്പുറത്തേക്ക് ഈ വിഷയത്തെ വലിയൊരു മത ധ്രുവീകരണത്തിലേക്ക് എത്തിക്കുന്നു. മറ്റ് മതസ്ഥരെ പോലും വളരെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് ഈ വിഷയത്തെ എത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഗൂഢാലോചന അത് പുറത്തു കൊണ്ടുവരണം. അല്ലെങ്കിൽ അതിനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ഈ വിഷയം വളച്ചൊടിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പും ഒപ്പം സർക്കാരും അതോടൊപ്പം തന്നെ ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാരും ഒക്കെ എത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്നിപ്പോൾ ഒരു സമവായ ചർച്ചയൊക്കെ എത്തി നിൽക്കുക. ഭവ്യ, അതാണ് എന്തായാലും സർക്കാർ സമവായ നീക്കം നടത്തിയേക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് സഭ. എന്തായാലും ഹിജാബ് വിവാദത്തിൽ സമവായ നീക്കത്തിനുള്ള നീക്കവുമായി മുന്നോട്ട് പോവുകയാണ് സ്കൂൾ മാനേജ്മെന്റ്. കുട്ടിയുടെ രക്ഷിതാക്കളുമായി മാനേജ്മെന്റ് ചർച്ച നടത്തും. നവമി ദിനേശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഈ വാർത്തയുമായി ചേർത്ത് വെക്കേണ്ട മറ്റൊരു വാർത്തയാണ്. ക്രൈസ്തവ സഭകൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരായ നീക്കങ്ങളെ കുറിച്ച് പഠിക്കാൻ സഭകൾ ഒരുങ്ങുന്നു. എക്യുമെനിക്കൽ സഭകളുടെ യോഗത്തിലാണ് ഈ തീരുമാനം വന്നിരിക്കുന്നത്. നീക്കങ്ങൾ ആസൂത്രിതമാണോ എന്നതടക്കം പഠിച്ച് തുടർ നടപടിയെടുക്കാനാണ് ആലോചന. ഈ വിഷയം മുൻപ് പറഞ്ഞ മറുപടി തന്നെയാണ്. പള്ളുരുത്തിയിൽ മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ അത് ഏത് സ്വഭാവത്തിലുള്ളതാണ്, അതിന്റെ പ്രേരണ എന്താണ്, അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്താണ്, ഈ വിഷയങ്ങളെ കുറിച്ച് ഗൗരവമായി പഠിക്കാൻ യോഗം തീരുമാനിച്ചു. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, ഈ ഹിജാബ് വിവാദം, കൊച്ചി പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് തന്നെയാണോ ഇപ്പോൾ ഈ ക്രൈസ്തവ സഭകൾക്കും സ്ഥാപനങ്ങൾക്കും എതിരായ നീക്കങ്ങളെ കുറിച്ച് പഠിക്കാൻ സഭകൾ ഒരുങ്ങുന്നത്? ഇതിന് പിന്നിൽ എന്താണ് വിവരങ്ങൾ? ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു തുടർച്ച ഉണ്ടാകണം, ഇതിനെക്കുറിച്ച് സമഗ്രമായി പഠിക്കണം എന്ന് സഭകൾ ആലോചിക്കുന്നു. ഇന്നലെ പാലാ ബിഷപ്പ് ഹൗസിൽ ചേർന്ന എക്യുമെനിക്കൽ സഭകളുടെ യോഗത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള ആലോചനയും ഒരു തീരുമാനത്തിലേക്കും കാര്യങ്ങൾ എത്തിയത്. ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയാണ് ആദ്യം മാധ്യമങ്ങളെ കണ്ടത്. തുടർന്ന് ഇക്കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നത് സിറോ മലബാർ സഭയുടെ PRO ആണ്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൻ്റെ ഒരു എന്തുകൊണ്ടുണ്ടാകുന്നു, ഇനി എന്താണ് ഇതിൻ്റെ ഒരു ഭാവി, ഇതിൻ്റെ ഒരു പ്രത്യാഘാതം എങ്ങനെയാണ്, ഈ വിഷയങ്ങളെക്കുറിച്ച്
വിശദമായി പഠിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. ഇന്നൊക്കെ രാവിലെ വരുന്നത് പോലെ സഭാ മാനേജ്മെന്റ് നൽകിയ നിർദ്ദേശമനുസരിച്ച് ഇതൊരു സമവായത്തിലൂടെ മുന്നോട്ട് പോകാനുള്ള നീക്കം എന്നുള്ള വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. ഇനി വേണ്ട എന്ന നിലയിൽ ഇന്നലെയും ഈ സഭാപിതാക്കന്മാർ ഒരുമിച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വളരെ കാര്യമായൊരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. പക്ഷെ അവർ പഠിക്കാൻ തീരുമാനിച്ചു എന്ന് മാത്രം പറയുകയാണ് ചെയ്തത്. അതായത് ഇതിന് പല പ്രത്യാഘാതങ്ങളും പല പ്രശ്നങ്ങളും പല രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നതിനെക്കുറിച്ച് സഭ പഠിക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ ഇപ്പോഴും ഒരു സമിതിയെ ഒന്നും രൂപീകരിച്ചിട്ടില്ല. ഇന്നലെ ഏതാണ്ട് എല്ലാ സഭയിലെയും ഓരോ ബിഷപ്പുമാർ മാത്രമാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. അതുകൊണ്ട് തന്നെ മറ്റ് ബിഷപ്പുമാരുമാർ, വിവിധ സഭാ തലവന്മാർ ഇവരുമായിട്ടൊക്കെ ഒരു കൂടിയാലോചന നടത്തിയ ശേഷമായിരിക്കും ഇക്കാര്യത്തിലൊരു തുടർ നടപടികളിലേക്ക് കടക്കുക എന്നതാണ് നമുക്ക് പിന്നീട് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതൊരു തുടർച്ചയാണ്. നേരത്തെ കോതമംഗലത്താണെങ്കിലും കോളേജിൽ പ്രാർത്ഥനയ്ക്ക് ആവശ്യമായ പ്രത്യേക മുറി വേണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നു. അങ്ങനെ പല സംഭവങ്ങളും സമീപകാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഇത് ബോധപൂർവ്വം ഉണ്ടാക്കുന്നതാണോ, ഇതിന്റെ പിന്നിലുള്ള ശ്രമം എന്ത്, ഇക്കാര്യങ്ങളെക്കുറിച്ചെല്ലാം വിശദമായി പഠിക്കാനാണ് എന്തായാലും ഇപ്പോൾ ക്രൈസ്തവ സഭകൾ സംയുക്തമായി തീരുമാനിച്ചിരിക്കുന്നത്. ഭവ്യ, അതാണ് സാഹചര്യം. എന്തായാലും ക്രൈസ്തവ സഭകൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരായ നീക്കങ്ങളെക്കുറിച്ച് പഠിക്കാൻ സഭകൾ ഒരുങ്ങുന്നു എന്നുള്ളതാണ് വാർത്ത. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഒരിടവേള. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച് ചാണ്ടി ഉമ്മൻ. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനത്തിൽ പാർട്ടി ചുമതലയിൽ നിന്ന് നീക്കിയതിലാണ് പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് നാഷണൽ ഔട്ട്റീച്ച് സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കിയതാണ് അതൃപ്തിക്ക് കാരണം. നടപടി മാനസികമായി വളരെ വിഷമമുണ്ടാക്കി. ഒരു ചോദ്യം പോലും തന്നോട് ചോദിച്ചിട്ടില്ല. പറഞ്ഞിരുന്നുവെങ്കിൽ താൻ രാജിവെച്ചൊഴിഞ്ഞേനെ. അപമാനിക്കുന്ന രീതിയിലാണ് പുറത്താക്കിയത് ആരാണെന്നും എന്താണ് പുറത്താക്കലിന് പിന്നിലെ കാരണമെന്നും എല്ലാവർക്കും അറിയാം. അതാരാണെന്ന് ഇപ്പോൾ താൻ പറയുന്നില്ല. ഇലക്ഷൻ കഴിഞ്ഞ് എല്ലാം പറയാമെന്നും ചാണ്ടി ഉമ്മൻ. എന്റെ പിതാവിന്റെ ഓർമ്മ ദിവസം എന്നെ പാർട്ടിയിൽ നിന്ന് എന്റെ സ്ഥാനത്ത് നീക്കി. എനിക്ക് വളരെയധികം മാനസികമായ വിഷമമുണ്ടായ കാര്യമാണ്. ഒരു ചോദ്യം പോലും എന്നോട് ചോദിച്ചിട്ടില്ല. രണ്ട്, എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാജിവെച്ചൊഴിഞ്ഞേനെ. എന്നെ അപമാനിക്കുന്ന രീതിയിലാണ് എന്നെ പുറത്താക്കിയത്. പക്ഷെ അപ്പോഴും ഞാൻ പാർട്ടിയുടെ തീരുമാനം എന്നാണ് പറഞ്ഞത്. അല്ല, അതിലേക്കൊന്നും കടക്കുന്നില്ല. എല്ലാവർക്കും അറിയാം എന്താണ് കാരണമെന്നും എന്താ കാര്യമെന്നും എല്ലാവർക്കും അറിയാം. അവരുടെ സാഹചര്യം ഞാനിപ്പോ വിശദമാക്കുന്നില്ല. ഒരു ദിവസം ഞാൻ പറയും അതിന്റെ കാര്യം എന്താണെന്ന് ഞാൻ പറയും. അതിന് ഞാനൊരു വിവാദത്തിലില്ല. ഇലക്ഷൻ കഴിയും. അബിൻ വർക്കിയെ പിന്തുണച്ച് ചാണ്ടി ഉമ്മൻ. അബിൻ കൂടുതൽ പരിഗണിക്കപ്പെടേണ്ട വ്യക്തിയാണെന്നതിൽ സംശയമില്ല. അബിൻ അർഹതയുള്ള വ്യക്തി. അബിന്റെ വേദന സ്വാഭാവികം. അബിന്റെ അഭിപ്രായം കൂടെ തേടിയിട്ട് വേണമായിരുന്നു ഒരു തീരുമാനമെടുക്കാൻ. പാർട്ടി ഒരു തീരുമാനമെടുത്താൽ അത് അംഗീകരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്നും ചാണ്ടി ഉമ്മൻ. യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകൻ, വളരെയധികം പ്രവർത്തനം നടത്തിയിട്ടുള്ള, വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നേതാവാണ്. സ്വാഭാവികമായിട്ടും പുള്ളിക്ക് ഒരു വേദന ഉണ്ടാകുക വളരെ സ്വാഭാവികമാണ്. പക്ഷെ നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ തീരുമാനം അത് അംഗീകരിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. അത് നമുക്ക് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിൽ പോലും നമ്മൾ ആ തീരുമാനം അംഗീകരിക്കുന്നു. തീർച്ചയായിട്ടും അബിനെ കൂടുതൽ പരിഗണിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അബിൻ പതിറ്റാണ്ടുകളായി വർക്ക് ചെയ്യുന്ന ഒരു നേതാവാണ്. എനിക്ക് അദ്ദേഹത്തെ എത്രയോ വർഷങ്ങളായിട്ട് അറിയാം. അദ്ദേഹം താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് ഉയർന്നു വന്ന നേതാവാണ്. അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിന് ഇവിടെ മാത്രമല്ല ദേശീയ തലത്തിൽ കൂടി പ്രവർത്തിക്കാനുള്ള അവസരം എന്ന രീതിയിൽ കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അബിനതൊരു വിഷമം ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അബിനാണ് ഇവിടെ വൈസ് പ്രസിഡന്റ് നിലയ്ക്ക് രാഹുലുമായി ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ. സ്വാഭാവികമാണ് അദ്ദേഹത്തിന്റെ കൂടെ തീരുമാനം പരിഗണിച്ച് വേണം തീരുമാനം എടുക്കാൻ. പക്ഷേ തീരുമാനമെടുത്തു. പാർട്ടി ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തിനോടൊപ്പം നിൽക്കുവാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. പാർട്ടിയുടെ തീരുമാനം ഫൈനലാണ് എന്ന് ഞാൻ കരുതുന്നു. വളരെ പ്രധാനപ്പെട്ട പ്രതികരണമാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, അതൃപ്തി മറനീക്കി പുറത്തു വരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ചാണ്ടി ഉമ്മൻ ഇടഞ്ഞ് തന്നെ ഏറ്റവും പ്രധാനമായി അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനത്തിൽ തന്നെ പാർട്ടി സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയതിലുള്ള അതൃപ്തിയാണ് പ്രധാനമായും ഇപ്പോൾ ചാണ്ടി ഉമ്മൻ പങ്കുവയ്ക്കുന്നത്. എന്നെ പുറത്താക്കിയത് ആരാണെന്നും എന്താണ് കാരണമെന്നും എല്ലാവർക്കും അറിയാമെന്ന് പറയുന്നു. ഇത്
ആരെ ഉദ്ദേശിച്ചുകൊണ്ടാണ്, ആർക്ക് നേരെയാണ്, ഏത് സഖ്യത്തിന് നേരെയാണ് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത് ചാണ്ടിയുമ്മൻ? ഭവ്യ, പേരെടുത്ത് പറയാതെയാണ്, എന്നാൽ പറയാതെ പറയുകയാണ് ചാണ്ടിയുമ്മൻ. അദ്ദേഹത്തിന്റെ നീരസം വ്യക്തമാക്കിയിരിക്കുന്നു. എടുത്തു പറയേണ്ട കാര്യം, ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് ഈ അബിൻ വർക്കിക്ക് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം നിഷേധിക്കപ്പെട്ടതിന് പിന്നാലെ മുതിർന്ന നേതാക്കൾ, അതായത് KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ, അങ്ങനെയല്ല, അത് ദേശീയ തലത്തിൽ പ്രവർത്തിക്കാനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ് അബിനെന്ന് പറഞ്ഞ് ഈ വിഷയത്തെ ലഘൂകരിക്കാനായിരുന്നു ശ്രമിച്ചത്. പക്ഷേ ഇത് ആദ്യമായാണ് ഒരു കോൺഗ്രസിലെ ഒരു പ്രധാനപ്പെട്ട യുവ നേതാവിന്റെ ഭാഗത്ത് നിന്ന് അബിൻ വർക്കിയെ പരസ്യമായി പിന്തുണയ്ക്കുന്ന ഒരു പ്രതികരണം ഉണ്ടാകുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതോടൊപ്പം രണ്ട് കാര്യങ്ങൾ ചാണ്ടിയുമ്മൻ അവിടെ ചേർത്ത് വെക്കുന്നു. അതിൽ ഒന്ന്, അബിൻ വർക്കിക്ക് അധ്യക്ഷ സ്ഥാനം നിഷേധിച്ച അതേ സംഘം തന്നെയാണ് തന്നെ ഒരു വർഷം മുമ്പ് ഉമ്മൻചാണ്ടിയുടെ സ്മൃതി ദിനത്തിൽ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട പദവിയിൽ നിന്ന് നീക്കിയത്. അതിലുള്ള നീരസം അദ്ദേഹം അന്ന് തന്നെ വ്യക്തമാക്കിയതായിരുന്നു. പക്ഷെ അത് പരസ്യമായ പ്രതികരണങ്ങളേക്കൊന്നും, വൈകാരികമായുള്ള പ്രതികരണങ്ങളേക്കൊന്നും പോയിരുന്നില്ല. പക്ഷെ ഇന്ന് അദ്ദേഹം ഒരു മുന്നറിയിപ്പ് എന്ന മട്ടമാണ്. അത് ആരാണ് എന്ന് എല്ലാവർക്കും അറിയാം, തനിക്കും അറിയാം. പക്ഷെ ഇപ്പോൾ താൻ ആ പേര് പറയുന്നില്ല. അതൊരിക്കൽ ഞാൻ വെളിപ്പെടുത്തും, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അത് ഞാൻ തുറന്നു പറയും എന്ന് പറയുന്നത് കൃത്യമായി ഒരു പടയൊരുക്കം തന്നെയാണ്. അതിന്റെ സന്ദേശം തന്നെയാണ് ചാണ്ടിയുമ്മന്റെ വാക്കുകളിൽ വ്യക്തമാകുന്നത്. അത് സ്വാഭാവികമായി എന്തുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രതികരണം ചാണ്ടിയുമ്മന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് കോൺഗ്രസിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന, അല്ലെങ്കിൽ ഈ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുണ്ടായിരിക്കുന്ന തർക്കങ്ങൾ, ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറ്റിമറിച്ചിരിക്കുന്നു. മാത്രവുമല്ല, അത്തരത്തിൽ അർഹതപ്പെട്ട ഒരു അവസരം അതിന് നിഷേധിക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം നേതാക്കൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുകയാണ്. അവിടെ ഈ KM അഭിജിത്തിന് കൃത്യമായ പരിഗണന നൽകിയില്ല എന്നൊരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേരത്തെ A ഗ്രൂപ്പ് നേതാക്കളും ഹൈക്കമാൻഡിനെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ കൂടി നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് എന്നതാണ്. അതാണ് ഡാൻ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യമാണ്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ അസാധാരണം എന്ന് തന്നെ പറയാൻ പറ്റുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ ചാണ്ടി ഉമ്മൻ അബിൻ വർക്കിയെ പരസ്യമായി തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നു. ഇത് എന്തിന്റെ സൂചനയാണ്? ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറി മറയുന്നു എന്ന് തന്നെ പ്രതീക്ഷിക്കാമല്ലേ? തീർച്ചയായിട്ടും. അതായത് ഇതൊരു പടയൊരുക്കം തന്നെയാണ്. അതായത് ചാണ്ടി ഉമ്മൻ പറഞ്ഞു വെക്കുന്നത്, തനിക്ക് ഈ സ്ഥാനം നിഷേധിച്ച, അല്ലെങ്കിൽ തന്നെ അപമാനിച്ചിറക്കി വിടുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് ഉണ്ടായത്. അത് തനിക്കും ഒരുപാട് വേദന ഉണ്ടാക്കി. പക്ഷെ അത് ആരാണെന്ന് ഇപ്പോൾ പറയുന്നില്ല. പക്ഷെ അത് കോൺഗ്രസ് പ്രവർത്തകർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് എന്ന് കൂടി ചാണ്ടി ഉമ്മൻ പറഞ്ഞു വെക്കുന്നതിലൂടെ അതേ സംഘം തന്നെയാണ് അബിൻ വർക്കിക്ക് അർഹതപ്പെട്ട ഒരു സ്ഥാനം ഇല്ലാതാക്കിയത് എന്നൊരു ധ്വനി കൂടി അതിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിലെ മാറി മറിയുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങളിലേക്ക് കൂടി അത് വിരൽ ചൂണ്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അവസാനം എവിടെ എത്തി നിൽക്കും എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതികരിക്കാമെന്ന് പറയുന്നതിലൂടെ പറഞ്ഞു വെക്കുന്നത്, തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി നേരിട്ടാൽ അതിന്റെ ഉത്തരവാദിത്തം കൂടി ഇതേ സംഘത്തിന് തന്നെ ആയിരിക്കുമെന്ന പരോക്ഷ സൂചന കൂടി ആ വാക്കുകളിൽ. അല്ല, അത് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എല്ലാം പറയാമെന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പിന് മുൻപ് യഥാർത്ഥത്തിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നു കൂടിയില്ലേ അവിടെ? അവിടെയാണ് ഞാൻ വ്യക്തമാക്കിയത്. അതായത് ഇപ്പോൾ പരസ്യമായ ഒരു പ്രതികരണം നടത്തി പാർട്ടിയിൽ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന തരത്തിലായിരിക്കാം അദ്ദേഹം ആ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുക. അതിനപ്പുറത്തേക്ക് അത് ആരാണ് എന്ന ബോധ്യം ഉണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നത് ചാണ്ടി ഉമ്മന്റെ മാത്രം അഭിപ്രായമായി കരുതുക വയ്യ. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നേതൃ നിഷേധത്തിൽ, അതായത് അബിൻ വർക്കിക്ക് മതിയായ പരിഗണന ലഭിച്ചില്ല എന്ന അമർഷം ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്ന മുതിർന്ന ഐ ഗ്രൂപ്പ് നേതാക്കളുടെ അടക്കം പിന്തുണ ഉറപ്പാക്കിക്കൊണ്ടായിരിക്കാം ചാണ്ടി ഉമ്മൻ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് എന്ന് വേണം പറയാൻ. തീർച്ചയായും. ഡാൻ കുര്യനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഡാൻ, തുടരുക. മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. തിരുവനന്തപുരം DCCക്കെതിരെ KSU ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിലും സംഘടനാ പ്രവർത്തനത്തിലും DCCയുടെയും തലസ്ഥാനത്തെ MP മാരുടെയും പിന്തുണയില്ലെന്ന വിമർശനം ഉയർന്നത്. നിരന്തരം ആവശ്യപ്പെട്ടിട്ടും തരൂരും അടൂർ പ്രകാശും സഹായിച്ചില്ലെന്നാണ് വിമർശനം. സമരങ്ങളിൽ അടികൊള്ളാനും ജയിലിൽ പോകാനും മാത്രമുള്ളവരായി കാണരുതെന്നും KSU കുറ്റപ്പെടുത്തുന്നു. അതേസമയം കോൺഗ്രസ് പുനഃസംഘടനാ പട്ടിക ഉടൻ വന്നിക്കും. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേർന്നു. ഡാൻ,
ഈ യുവ പോരാളികളുടെ വിമർശനത്തിൽ മറ നീക്കി പുറത്തു വരുന്നത് അതെന്താണ്? എന്ത് സൂചനയാണ് നൽകുന്നത്? ഭവ്യ, നമുക്കറിയാം കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കിടയിലാണ് നടന്നത്. ആ സമയങ്ങളിൽ തിരുവനന്തപുരത്തെ എംപിമാരുടെ ഭാഗത്ത് നിന്ന് മതിയായ പിന്തുണ ലഭിച്ചില്ല എന്ന വിമർശനമാണ് DCC കഴിഞ്ഞ ദിവസം ചേർന്ന കേസ് യോഗത്തിൽ ഉണ്ടായത്. അത് കൃത്യമായി അടൂർ പ്രകാശിനെയും ശശി തരൂരിനെയും ഉന്നമിട്ടുകൊണ്ടുള്ള വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതായത് ഈ രണ്ട് നേതാക്കളുടെ ഭാഗത്ത് നിന്ന്, ഈ രണ്ട് എംപിമാരുടെ ഭാഗത്ത് നിന്ന് KSU പ്രവർത്തകർക്ക്, പ്രത്യേകിച്ച് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മതിയായ തരത്തിലുള്ള ഒരു പിന്തുണ ലഭിച്ചില്ല എന്ന് പറഞ്ഞു വെക്കുന്നതിലൂടെ കൃത്യമായി അത് ഈ സമരരംഗത്തും പ്രതിഷേധങ്ങളിലും പോലീസിന്റെ ലാത്തി ചാർജിലും മാത്രം KSU പ്രവർത്തകരെ ആവശ്യമായി മതിയോ എന്നൊരു ചോദ്യം കൂടി ഈ വിമർശനമായി അവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. കൃത്യമായി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന, അതായത് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല കോളേജുകളിലും തലസ്ഥാനത്തടക്കം സംഘർഷങ്ങളിലേക്ക് നയിക്കപ്പെടുന്ന സാഹചര്യവും പോലീസ് കേസെടുക്കുന്ന സാഹചര്യവും KSU പ്രവർത്തകർക്ക് മർദ്ദനമേൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കൃത്യമായ ഒരു പിന്തുണ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന്, DCCയുടെ ഉൾപ്പെടെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടില്ല എന്ന് കൂടിയാണ് അവർ പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല, തിരുവനന്തപുരം DCCക്കെതിരെ ഇതിപ്പോഴല്ല, തുടർച്ചയായി KSU വിമർശനം ഉന്നയിച്ചിരുന്നു. മതിയായ തരത്തിലുള്ള പിന്തുണ ക്യാമ്പസുകളിലെ പ്രവർത്തനങ്ങൾക്ക് DCCയുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നില്ല എന്ന വിമർശനം. ആ വിമർശനം തന്നെയാണ് കഴിഞ്ഞ ദിവസം DCCയിൽ തന്നെ ചേർന്ന KSUവിന്റെ കമ്മിറ്റിയിൽ, ജില്ലാ കമ്മിറ്റി യോഗത്തിലും വീണ്ടും പരസ്യമായി തന്നെ പ്രതികരണങ്ങളായി നേതാക്കൾ തന്നെ പരസ്യമായി പങ്കുവെക്കേണ്ട സാഹചര്യം ഉണ്ടായത്. എന്തായാലും KSUവിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രതിസന്ധികളിൽ DCCയുടെയും എംപിമാരുടെയും ഭാഗത്തു നിന്നൊരു ഇടപെടൽ ഉണ്ടാകാതിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് വിമർശനവുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഡാൻ, അതേപോലെ തന്നെ ഈ കോൺഗ്രസ് പുനഃസംഘടനാ പട്ടിക ഉടൻ വന്നേക്കുമെന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. എന്ത് പ്രതീക്ഷിക്കണം? നമ്മൾ ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പൊക്കെ കണ്ടതാണ്. അതുപോലെ ഒരു അപ്രതീക്ഷിത നീക്കം ഉണ്ടാകുമോ? ഗ്രൂപ്പിനപ്പുറത്തേക്ക് KC വേണുഗോപാലിന്റെ തീരുമാനങ്ങൾക്കായിരിക്കുമോ പ്രാധാന്യമുണ്ടാവുക? സ്വാഭാവികമായി അതിന് തന്നെയാണ് സാധ്യത. നിലവിൽ പറഞ്ഞു കേൾക്കുന്നതും അങ്ങനെ തന്നെയാണ്. പുനഃസംഘടനാ പട്ടിക കഴിഞ്ഞ ആഴ്ചയിൽ പ്രഖ്യാപിച്ചേക്കുമെന്നായിരുന്നു ആദ്യം പുറത്തു വന്ന സൂചന. പക്ഷേ പിന്നീട് അത് മാറി. അതായത് ജനറൽ സെക്രട്ടറിമാരെയും വൈസ് പ്രസിഡന്റുമാരെയും മാത്രമേ ആദ്യമേ പ്രഖ്യാപിക്കൂ എന്നായിരുന്നു പുറത്തു വന്ന വിവരങ്ങൾ. പിന്നീട് സെക്രട്ടറിമാരെ കൂടി പ്രഖ്യാപിക്കണമെന്ന് രാഷ്ട്രീയ സമിതി അംഗങ്ങൾ ഉൾപ്പെടെ നിലപാടെടുത്തതോടെയാണ് പിന്നെയും വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് വൈകാതെ തന്നെ പുനഃസംഘടനാ പട്ടിക പ്രസിദ്ധീകരിക്കും. പക്ഷേ ഗ്രൂപ്പ് നേതാക്കൾ നൽകിയിരിക്കുന്ന ലിസ്റ്റിന് അപ്പുറത്തേക്ക് KC വിഭാഗത്തിന്റെ ഒരു അപ്രമാദിത്യം പുനഃസംഘടനയിൽ ഉണ്ടായേക്കുമെന്ന തരത്തിലുള്ള സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ പുനഃസംഘടനാ പട്ടികയും ഉടൻ വന്നേക്കുമെന്ന സൂചനകൾ പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ അത് ഏത് തരത്തിൽ കോൺഗ്രസിന്റെ തുടർ രാഷ്ട്രീയ സാഹചര്യത്തെ സ്വാധീനിക്കും എന്നതാണ് ഇനി അറിയാനുള്ളത്. അതാണ് സാഹചര്യം. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ആലപ്പുഴ ചേപ്പാട് പള്ളിയുടെ കുരിശടി പൊളിച്ചതിൽ പ്രതിഷേധവുമായി ഓർത്തഡോക്സ് സഭ. അറിയിപ്പില്ലാതെ കുരിശടി പൊളിച്ചത് വിശ്വാസികളുടെ ഹൃദയത്തിലേറ്റ മുറിവാണെന്ന് സഭ മാധ്യമ വിഭാഗം തലവൻ ഡോക്ടർ യുഹാനോൻ മാർ ദിയസ്കോറസ് വിമർശിച്ചു. റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥരുടെ നടപടി പ്രതിഷേധാർഹമാണ്. കുരിശ് തകർത്തവർ നാടിനെയും സഭയെയും അപമാനിച്ചതായും യുഹാനോൻ മാർ ദിയസ്കോറോസ് കുറ്റപ്പെടുത്തി. നമുക്ക് കോടതി നിങ്ങൾ ലോ ഓർഡർ ചെയ്യേണ്ട ആ ലോ എന്ത് നിങ്ങൾക്കൊന്ന് ലോ എന്ത് ലോ ആൻഡ് ഓർഡർ പള്ളി പൊളിക്കരുതെന്നാണ് ഓർഡർ ഉള്ളത്. അത് നമ്മൾ പാലിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം പള്ളി മാത്രമല്ല
പൊളിക്കാറുണ്ട്, അത് പൊളിച്ചിട്ടില്ല. ഓർഡറിന്റെ കോപ്പി ആയിട്ട് സാറേ. ആരെയും അറിയിക്കാതെ വൻ പോലീസ് സന്നാഹത്തോടെയാണ് 1000 വർഷം പഴക്കമുള്ള ചേപ്പാട് കൽക്കുരിശ് പൊളിച്ചതെന്ന വിമർശനവുമായി രമേശ് ചെന്നിത്തല. ദേശീയപാത വികസനത്തിന് ആരും എതിരല്ല, പള്ളി അധികൃതരോട് പറഞ്ഞിരുന്നെങ്കിൽ അവർ തന്നെ പൊളിച്ചു മാറ്റുമായിരുന്നുവെന്നും രമേശ് ചെന്നിത്തല. ഓർത്തഡോക്സ് പള്ളി എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതാണ്. പരിശുദ്ധ ദിവന്യോസസ് തിരുമേനിയുടെ കബറടക്കമുള്ള തീർത്ഥാടന കേന്ദ്രമാണ്. അവിടെയാണ് പോലീസ് ഇന്നലെ രാത്രി വൈകുന്നേരം 6 മണിക്ക് ആരോടും ചോദിക്കാതെ ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെ വന്ന് അത് പൊളിച്ചത്. ഞാനത് അറിഞ്ഞ് അവിടെ ചെന്നു. ഞാൻ പറഞ്ഞു പൊളിക്കൽ നിർത്താൻ പറഞ്ഞു. പോലീസ് സന്നാഹത്തോടെ നടത്തിയ 1000 വർഷം പഴക്കമുള്ള കൽക്കുരിശ് പൊളിച്ചു കളഞ്ഞു. എന്ത് തോന്നിവാസമാണ് കാണിക്കുന്നത്? പള്ളിക്കാരറിഞ്ഞില്ല, അച്ഛന്മാരറിഞ്ഞില്ല, എപ്പാപ്പന്യൂസ് തിരുമേനി അവിടെ വന്നു, അദ്ദേഹം അറിഞ്ഞില്ല, ആരും അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെങ്കിൽ അതാ അവരോട് സംസാരിക്കണ്ടേ, ഇടവക്കാരോടും അച്ഛന്മാരോടും സംസാരിക്കണ്ടേ. അവസാനം ഞാൻ ഇടപെട്ട് അത് മാറ്റിവെച്ചു. നാളെ 11 മണിക്ക് ഞാൻ കായംകുളം NTPCയിൽ വെച്ച് കളക്ടർ സാന്നിധ്യത്തിൽ, ഡെപ്യൂട്ടി കളക്ടർ ADMന്റെ സാന്നിധ്യത്തിൽ യോഗം വിളിച്ചിരിക്കുകയാണ്. സമാധാനപരമായി തീർക്കും. ആരും NHനെതിരല്ല. പക്ഷെ ആ കൽക്കുരിശ് അവരോട് പറഞ്ഞാൽ അവർ തന്നെ മാറ്റിയേനെ. 1000 വർഷമുള്ള കൽക്കുരിശ് പൊളിച്ചു കളയണ്ട. എന്തൊരു മര്യാദകളാണ് നടക്കുന്നത്. തുലാവർഷത്തിന് മുന്നോടിയായി സംസ്ഥാനത്ത് മഴ ശക്തം. അടുത്ത 3 മണിക്കൂറിലെ നൌകാസ്റ്റ് പ്രകാരം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. തിരുവനന്തപുരത്ത് രാവിലെ മുതൽ ശക്തമായ മഴയുണ്ട്. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി ചേർന്നു. സാരംഗ്, തുലാവർഷം തുടങ്ങിയിരിക്കുന്നു, മഴ കനക്കും. തിരുവനന്തപുരത്തടക്കം കനത്ത മഴയാണല്ലേ? തീർച്ചയായും ഭവ്യ, ഇന്ന് രാവിലെ തൊട്ട് തന്നെ തലസ്ഥാനത്തടക്കം കനത്ത മഴയാണ്. കാരണം ഈ ഒരു നഗരപ്രദേശത്തിലടക്കം ഇത്തരത്തിലൊരു മഴ കാരണം ചില ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഓറഞ്ച് അലേർട്ടാണ് തിരുവനന്തപുരത്ത് അടക്കമുള്ളത്. 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലം, പത്തനംതിട്ട, തിരുവനന്തപുരം എന്നീ ജില്ലകളിലാണ് ഇപ്പോൾ ഓറഞ്ച് അലേർട്ട് ഈ നൌകാസ്റ്റിന് പ്രകാരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനുശേഷം മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും ഉണ്ട്. പക്ഷേ ഈ തെക്കൻ ജില്ലകളിലാണ് കൂടുതലായിട്ട്. ഇപ്പോൾ തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ കനത്ത മഴ പെയ്യുന്നുണ്ട്. മാത്രമല്ല കാറ്റിനും, അതായത് 40 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട്. മത്സ്യബന്ധനത്തിനടക്കം പോകുന്നവർ അതീവ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശമടക്കമുണ്ട്. ഇനി ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദവും അതേപോലെ തന്നെ ചക്രവാത ചുഴിയും രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 20-ാം തീയതി വരെ കനത്ത മഴ തുടരാൻ സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട മഴയാണെങ്കിലും മഴയുടെ അതായത് മഴ ഇത്തരത്തിലോ കൂടിയ വെള്ളമുള്ള മഴയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച മുന്നേ പെയ്ത ഒരു മഴയിൽ തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗത്തും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിരുന്നു. അപ്പോൾ പൊഴി മുറിച്ചതിന് ശേഷമാണ് ഈ വെള്ളക്കെട്ട് കുറഞ്ഞതും തുടർന്ന് മഴ കുറയുകയും ചെയ്യുകയായിരുന്നു. ഇത്തവണ അത്തരത്തിലൊരു സാഹചര്യം നേരിടാൻ ഈ തദ്ദേശ വകുപ്പും മറ്റ് കോർപ്പറേഷനും എല്ലാം തയ്യാറായി കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റ് ജില്ലകളിലെയും സാഹചര്യം ഇതേപോലെ തന്നെയാണ്. പക്ഷേ മഴ ഇത്തരത്തിൽ 3 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ഇത്തരത്തിൽ തുലാവർഷം ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് വരുന്ന ദിവസങ്ങളിലും മഴ കനക്കുമെന്നാണ് സൂചന. ഭവ്യ, സാരംഗാണ് വിവരങ്ങൾ നൽകിയത്. മഴയെ തുടർന്ന് പുനലൂരിലെ മലയോര മേഖലയിൽ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ സുരക്ഷിതരല്ലെന്ന് റിപ്പോർട്ട്. ജിയോളജി വകുപ്പ് അധികൃതർ നടത്തിയ പരിശോധനയിലാണ് വീണ്ടും മണ്ണിടിച്ചിലിനുള്ള സാധ്യതാ മുന്നറിയിപ്പ് നൽകിയത്. പച്ചയിൽ കുന്നിന്റെ അടിവാരത്ത് താമസിക്കുന്ന 5ഓളം കുടുംബങ്ങളെ ഉടൻ മാറ്റിപ്പാർപ്പിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി. അടിവാരത്ത് നിന്നും 500ഓളം അടി ഉയരത്തിൽ ഉരുൾപൊട്ടിയ ഭാഗത്ത് ഇപ്പോഴും മണ്ണിടിഞ്ഞ നിലയിലാണെന്നും മുകളിലെ മണ്ണ് വേണ്ടത്ര ഉറപ്പില്ലാത്തതാണെന്നും പരിശോധനയ്ക്ക് ശേഷം ജിയോളജി വകുപ്പ് അധികൃതർ ചൂണ്ടിക്കാട്ടി. ഈ പശ്ചാത്തലത്തിലാണ് അടിവാരത്തെ താമസക്കാരെ താൽക്കാലികമായെങ്കിലും മാറ്റിപ്പാർപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. പച്ചയിൽ കുന്നിന്റെ മുകളിൽ സ്വകാര്യ റബ്ബർ തോട്ടത്തിലാണ് ഉരുൾപൊട്ടലുണ്ടായത്. കൃഷിജോലികൾ ചെയ്തുവരുന്ന അതിഥി തൊഴിലാളികൾ താമസിച്ചു വരുന്ന പ്രദേശത്തായിരുന്നു വെള്ളപ്പാച്ചിൽ.
തലനാരിഴയ്ക്കാണ് ഇവിടെ താമസിച്ചിരുന്ന കുടുംബങ്ങൾ രക്ഷപ്പെട്ടത്. വെള്ളപ്പാച്ചിലിൽ വീടുകളിൽ വെള്ളം കയറുകയും പശുത്തൊഴുത്തടക്കം നശിക്കുകയും ചെയ്തു. ഉരുൾപൊട്ടിയതിനെ തുടർന്നുണ്ടായ വെള്ളപ്പാച്ചിലിൽ മലയിലും അടിവാരത്തുമായി 1 കിലോമീറ്ററോളം ദൈർഘ്യത്തിലാണ് കൃഷി നശിച്ചത്. എത്രയധികം വിള നശിച്ചിട്ടുണ്ടെന്നുള്ള കൃത്യമായ കണക്ക് തിട്ടപ്പെടുത്താനായിട്ടുമില്ല. നമുക്ക് എങ്ങോട്ടും പോകാനുള്ളൊരു സൗകര്യമില്ല. അതാണ്, മഴയോ കാര്യങ്ങളോ വന്നാൽ നമുക്ക് പോകാനൊരു മാർഗമില്ല. മഴയാണ് ഭയങ്കര ശക്തമായിട്ടാണ് വരുന്നത്. ആണ്. എത്ര പേരാണ് നിങ്ങൾ ഈ വീട്ടില്? ഞങ്ങൾ ഈ വീട്ടിൽ കുട്ടികൾ എത്ര പേരുണ്ട്? കുട്ടികൾ 3 പേര് 4 പേര്. തീരെ പ്രായം കുറഞ്ഞ കൊച്ചു എത്ര വയസ്സ്? കുഞ്ഞുങ്ങൾ 2 വയസ്സുള്ള കുഞ്ഞുങ്ങൾ. മഴ കനത്താൽ വീണ്ടും മണ്ണിടിയുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ കഴിയുന്നത്. ന്യൂസ് 18 പുനലൂർ. കോഴിക്കോട് സൗത്ത് ബീച്ചിൽ ഉൾവലിഞ്ഞ കടൽ പലയിടത്തും പൂർവ്വസ്ഥിതിയിലേക്ക്. എന്നാൽ കോർപ്പറേഷൻ ഓഫീസിന്റെ എതിർവശത്തടക്കം ചിലയിടങ്ങളിലും ഇപ്പോഴും ഉൾവലിഞ്ഞ നിലയിൽ തന്നെയാണ് കടലുള്ളത്. ഇന്നലെ രാത്രിയാണ് പ്രദേശത്ത് കടൽ ഉൾവലിഞ്ഞത്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, വിവരങ്ങൾ. ഇന്നലെ രാത്രി 10:30 ഏകദേശം 1.5 കിലോമീറ്റർ ദൂരത്തോളം സൗത്ത് ബീച്ച് മുതൽ ഉള്ള ഭാഗത്ത് കടൽ പൂർണ്ണമായി ഉൾവലിഞ്ഞ സ്ഥിതിയിൽ കാണപ്പെട്ടത്. ഏതാണ്ട് 200 മീറ്ററിലധികമാണ് കരയിൽ നിന്നും കടൽ അപ്രത്യക്ഷമായത്. ഈ അപ്രത്യക്ഷമായ സ്ഥലത്ത് പൂർണ്ണമായും ചെളി അടിഞ്ഞുകൂടിയ കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. എന്നാൽ ഇന്ന് രാവിലെ ഇന്നലെ ഈ കടൽ ഉൾവലിഞ്ഞ പലയിടങ്ങളിലും പുനഃസ്ഥാപിക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ട്, പ്രത്യേകിച്ചും സൗത്ത് ബീച്ച് ഭാഗത്തൊക്കെ. പക്ഷേ മുന്നോട്ട് വരുമ്പോൾ ഈ കോർപ്പറേഷന്റെ എതിർവശമൊക്കെയുള്ള ഭാഗത്ത് കടൽ പൂർണ്ണമായും രാവിലെയും പുനഃസ്ഥാപിക്കാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അത് മെല്ലെ മെല്ലെ തിരമാലകൾ വരുന്നുണ്ടെങ്കിൽ പോലും പൂർണ്ണമായും പുനഃസ്ഥാപിക്കപ്പെട്ടില്ല. ഒരു വശത്ത് വലിയ തിരമാലകൾ കരയിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ, പ്രക്ഷുബ്ധമായി ആഞ്ഞടിക്കുമ്പോൾ, മറുവശത്ത് ചലനം നിലച്ച അവസ്ഥയിലേക്കാണ് തീരത്തേക്ക് എത്തുമ്പോഴത്തേക്കും കടലുള്ളത്. നമുക്ക് ആളുകളോട് തന്നെ ചോദിക്കാം, ചേട്ടാ, ഇന്നലെ മുതലാണ് ഈ ഒരു ഉൾവലിഞ്ഞ നില കാണാൻ തുടങ്ങിയത്. ഇപ്പോഴും ഏതാണ്ട് അതുപോലെ തുടരുന്നു ചിലയിടങ്ങളിൽ. ഇത് എന്റെ അഭിപ്രായത്തിൽ എന്റെ ജീവിതത്തിൽ ഇത്രയും തീവ്രതയായിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. മുമ്പ് ഇതേപോലെ കണ്ടിട്ടുണ്ട്, കടല് സൈലന്റായി കണ്ടിട്ടുണ്ട്, ഇതേപോലെ നോർമലായിട്ട് കണ്ടിട്ടുണ്ട്. ഇത്രയും ചളി ജീവിതത്തിലും ആദ്യമായിട്ടാണ്. ഇത് കാണുക എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരിക്കും. ഇതുവരെ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്ന കടല് വെള്ളം അടിച്ചു കയറുക, നല്ല ക്ലിയർ വെള്ളം അടിച്ചു കയറുക, പോവുക, ഇത്രയും രീതിയിലൊരു ഭീകരത ആയിട്ട് കണ്ടിട്ടില്ല. ഇതിപ്പോ ചെളി ഉണ്ടെങ്കിലും ആ ചെളി തിരമാലയെല്ലാം വന്ന് കഴുകി അങ്ങ് പോവാ ചെയ്യാം. ഇനി അങ്ങനെ ഉണങ്ങിയിട്ട് അങ്ങനെ കിടക്കും. അത് കഴിഞ്ഞിട്ട് ജനങ്ങൾ ഒന്നിറങ്ങി അതില് ഗോൾഡോ മറ്റുള്ള പ്രീഷ്യസ് വസ്തുക്കളൊക്കെ ഉണ്ടാവും, അതെല്ലാം പെറുക്കിയെടുക്കും. അങ്ങനെയുള്ള ഒരു സിസ്റ്റം ഇവിടെ വരാൻ കിടക്കുന്നുണ്ട്. മിക്കവാറും ചില സമയത്ത് ഇന്ന് തന്നെ ഉണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ. ഇതിപ്പം ഒരു സ്ഥലത്ത് തിരമാലയുണ്ട്, മറുവശത്ത് അല്ലെ? ഇത് എന്താ വെച്ചാൽ ഇന്നലെ രാത്രി മുതൽ ഇപ്പൊ ഇതുവരെ ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് കൂടുതലായിട്ട് ചളിയും കൂടെ ഉണ്ടാവുകയും ചെയ്ത്. പിന്നെ വരുള്ളത് നമ്മളെ കോഴിക്കോട് ബീച്ചിൽ തന്നെ നമ്മളെ ബീച്ച് സാധാരണ തിരമാല അടിച്ചുകൊണ്ട് വരുന്നതിന് ഇപ്പൊ അങ്ങനെ ഇവിടെ കുറച്ച് ഭാഗത്ത് തിരമാല അടിക്കുന്നുള്ളൂ. പക്ഷെ ഇങ്ങോട്ട് കൂടുതലായിട്ടും ഇങ്ങോട്ട് എടുക്കുന്നില്ല. അപ്പൊ ചില പ്രതിഭാസം നമ്മൾ ചിലപ്പോൾ പഠിക്കാറുണ്ട്, നമ്മൾ വേലിയിറക്കം. അതുപോലെ തന്നെയാണെങ്കിൽ തോന്നുന്നു ചില പ്രതിഭാസം കണ്ടിട്ട് അങ്ങനെ വേലിയിറക്കുമ്പോൾ ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അതുപോലെ എനിക്ക് ഡൗട്ട് അങ്ങനെ തോന്നുന്നത്, വേലിയിറക്കം കാര്യം തോന്നുന്നു, കടൽ ഉൾക്കൊലിയ അങ്ങനെയൊക്കെ. അതുകൊണ്ട് ആ പുലിമുട്ട് ഭാഗം വരെ തീരത്തേക്ക് എത്തുന്നില്ല അല്ലെ? ഇല്ല, അങ്ങോട്ട് എത്തുന്നില്ല. കൂടുതലായി ചളി കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ചളി എങ്ങനെ പോകുന്നത് അറിയില്ല. ചിലപ്പോൾ നമ്മൾ തന്നെ വൃത്തിയാക്കേണ്ടി വരും, കോർപ്പറേഷൻ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇങ്ങനെ അവസ്ഥയിൽ ഇത്രയും ഉൾവലിഞ്ഞത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത്രയും ഉള്ളോട്ട് വലിയുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. എന്താന്ന് മനസ്സിലായി. ഈ നിങ്ങൾ സ്ഥിരമായി ബീച്ചിലെത്തുന്ന ആളുകളാണ്? പലപ്പോഴും നടക്കാൻ വരുന്ന സമയത്ത് ഇതിപ്പോ ഒരു മുൻകാലങ്ങളിൽ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കടൽ ശാന്തമാണ്. കുറച്ച് സമയം ഞങ്ങൾ ഏകദേശം 6 മണിയായപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇതാണ് ഈ ഒരു ഭാഗം കോർപ്പറേഷന്റെ ഒരു 500 മീറ്ററോളം കുറച്ച് എന്താ പറയാ ചെളിയായിട്ടാണ് കാണുന്നത്. അപ്പം ഇതെല്ലാവർക്കും ഒരു ഭയമുണ്ട് എന്താണെന്നുള്ളത്. രാത്രി ടെലികാസ്റ്റ് നിങ്ങൾ കാണുന്നുണ്ട്. ഇതിപ്പോ ഫ്ലഷ് ചെയ്ത് പോകുന്നില്ലല്ലോ. ഈ സാധാരണ ചെളി വന്നാലും തിരമാല വരുമ്പോ ഫ്ലഷ് ചെയ്ത് അങ്ങ് പോകുന്നതാണ്. അതെ, അത് പോകുന്നില്ല. അതുകൊണ്ടില്ല, അതാണ് ഇപ്പൊ നമുക്ക് സംശയം ചെയ്തു പോകും. കാരണം ഇതൊക്കെ കാണണല്ലോ നമ്മള്. ഇതുവരെ ആരും ഒന്നും കാണാറില്ല. അത് കാണണം, നല്ലതാ. പിന്നെ തീർച്ചയായിട്ടും അങ്ങോട്ട് പോകുന്ന സാധനം അത് പോകുന്നില്ലാണ്ടില്ലേ? അവിടെ വരെ തീരുണ്ട് മതലൊന്നും അടിക്കുന്നുണ്ട് അവിടെ.
ഇവിടെ നിങ്ങോട്ട് അവിടെ നിങ്ങോട്ട് ഇല്ലാന്നുള്ളൂ. അതാണ് ഇല്ല ഇല്ല ഇല്ല. ഇവിടെ ഇങ്ങനെ ആദ്യം ഇത് കുറെ ഇങ്ങനെ വരാറില്ല. ഇവിടെ മീൻ പിടിക്കുന്ന ആൾക്കാരവിടെ സ്ഥിരമായിട്ട് മീൻ പിടിക്കുന്ന ഇവിടെ ആൾക്കാർ കാണുന്നില്ല. ഇപ്പൊ ഇതൊരു ഒറ്റപ്പെട്ട രീതിയിലാണ് അടിക്കുന്നത് അല്ലേ? ഇത് എല്ലായിടത്തും ഒരുപോലെ ഇല്ല, അതാണ് രസം. തീർച്ചയായും കണ്ടിട്ട് തന്നെ എന്തോ ഒരു പേടി പോലെ തോന്നുന്നു. ഈ ഭാഗം മാത്രം ഈ തെര കണ്ടില്ലേ, തെര ചില ഭാഗങ്ങളിൽ തീരെ വരുന്നില്ല. ഇപ്പൊ കണ്ടില്ലേ, ചില സമയങ്ങളിൽ തെര അടിച്ചു വരുന്നില്ല. കാണുമ്പോൾ തന്നെ പേടിയാവുന്നു. എന്നാലും ഇതാണ് ഈ നാട്ടുകാരെ സംബന്ധിച്ചുള്ള ഒരു ആശങ്കയാണ്. കാരണം ഒരേ കടൽ, ഒരേ ആകാശം, ഒരേ തീരം. പക്ഷേ ഈ തീരത്തേക്ക് അടിച്ചു കയറുന്ന തിരയുടെ അളവിൽ മാത്രം മാറ്റം. ഒരു വശത്ത് പ്രക്ഷുബ്ധമായി തീരത്തെ സ്പർശിച്ച് തിര അടിക്കുമ്പോൾ മറുവശത്ത് തീരെ അനക്കമില്ലാതെ കടൽ കിടക്കുന്നു. ഏതാണ്ട് ഇവിടെ നിന്നും 1/2 കിലോമീറ്റർ മാറി പുലിമുട്ട് ഭാഗം വരെ നിശ്ചലമായി കിടക്കുന്ന കടലാണ്. ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ വേണമെന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർ കടലിന്റെ പല പ്രതിഭാസങ്ങളും പല സമയങ്ങളിലും കാണുന്നവരാണ്. കടൽ ഉൾവലിയുന്നതും തീരത്തേക്ക് അടിച്ചു കയറുന്നതും വേലിയേറ്റവും വേലിയിറക്കും ഒക്കെ കാണുന്ന ആളുകളാണ്. അതുകൊണ്ട് അവർക്ക് വലിയ ആകാംക്ഷ ഇല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷേ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അപൂർവമായാണ് അവരിത് കാണുന്നത്. അവർക്കൊരു കൗതുക കാഴ്ചയാണ്, ഒപ്പം അവർക്ക് ആശങ്ക നൽകുന്ന കാഴ്ചയും. എന്തായാലും കടൽ പൂർണ്ണമായി പുനഃസ്ഥാപിക്കപ്പെടും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് നാട്ടുകാരുള്ളത്. ബീഹാറിൽ ആദ്യഘട്ട പത്രികാ സമർപ്പണത്തിനുള്ള സമയപരിധി നാളെ അവസാനിക്കാനിരിക്കെ സീറ്റ് നിർണയം പൂർത്തിയാക്കാനാവാതെ ഇന്ത്യ സഖ്യം. ഔദ്യോഗിക തീരുമാനം വരുന്നതിന് മുൻപേ കോൺഗ്രസ് 17 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. സീറ്റ് നിർണയത്തിൽ കോൺഗ്രസിൽ പ്രതിഷേധം ശക്തമാണ്. പട്ന വിമാനത്താവളത്തിൽ നേതാക്കൾക്കെതിരെ പ്രതിഷേധവുമായി പ്രവർത്തകർ രംഗത്ത് വന്നു. इसको जांच करा दो। अखिलेश सिंह और ये राजेश राम मुर्दाबाद, राजेश राम मुर्दाबाद, मुर्दाबाद मुर्दाबाद। डॉक्टर अशोक गहलोत चाहिए विक्रम में, कोई दल बदली नहीं चाहिए। दल बदलने वाला विक्रम में नहीं चलेगा। രാഗേഷ് വിവരങ്ങൾ ചേരുന്നു. രാഗേഷ്, ഇന്നലെ AICC ആസ്ഥാനത്തടക്കം നമ്മൾ ഈ സീറ്റ് കിട്ടാത്തവരുടെ വലിയ പ്രതിഷേധം കണ്ടതാണ്. ഈ മഹാസഖ്യത്തിന്റെ കെട്ടുറപ്പ് അത് കുറയുകയാണോ? നിലവിൽ ധാരണയിലേക്ക് എത്തിയിട്ടില്ല മഹാസഖ്യം. അത് വലിയ പ്രതിസന്ധി ഏതായാലും ഉണ്ടാക്കുന്നുണ്ട്. കാരണം നാളെയാണ് പത്രികാ സമർപ്പണത്തിനുള്ള അവസാന തീയതി. 121 മണ്ഡലങ്ങളിലേക്ക് നാളെ പത്രിക സമർപ്പിക്കണം. പക്ഷേ ഈ 48 മണിക്കൂർ മാത്രം അവശേഷിക്കുമ്പോഴും ഇതുവരെ അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്താൻ മഹാസഖ്യത്തിന് കഴിഞ്ഞിട്ടില്ല. പ്രധാനമായും കോൺഗ്രസ് കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുന്നുണ്ട്. ഇതും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. കാരണം 2020 കോൺഗ്രസ് മത്സരിച്ചത് 70 സീറ്റുകളിലായിരുന്നു. ഇത്തവണ അത്രയും സീറ്റ് നൽകാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ തവണത്തെ പരാജയത്തിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി കോൺഗ്രസ് ആണെന്നൊരു വിമർശനം പൊതുവെ ശക്തമാണ്. RJD ഇത്തവണ കോൺഗ്രസിന് വാഗ്ദാനം ചെയ്യുന്നത് 58 സീറ്റാണ്. കോൺഗ്രസ് ആകട്ടെ 65 സീറ്റെങ്കിലും ചുരുങ്ങിയത് വേണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. ഏതായാലും നിലവിൽ എത്രയും വേഗം സീറ്റ് നിർണയം പൂർത്തിയാക്കി പ്രഖ്യാപനത്തിലേക്ക് കടക്കാൻ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. പക്ഷേ കോൺഗ്രസിലും ഭവ്യ സൂചിപ്പിച്ച പോലെ വലിയ പ്രതിഷേധം തുടരുകയാണ്. കാരണം ഇന്നലെ AICC ആസ്ഥാനത്ത് പ്രതിഷേധമുണ്ടായി. കാരണം ഇന്നലെ നേതാക്കളെല്ലാം തന്നെ ഡൽഹിയിലായിരുന്നു. അവിടെ ചർച്ചകൾ നടക്കുകയായിരുന്നു സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. പക്ഷേ ഇന്നലെ ആ ചർച്ചകൾ കഴിഞ്ഞ് നേതാക്കൾ പട്നയിലെത്തി. കോൺഗ്രസിന്റെ ബീഹാർ ചുമതലയുള്ള കൃഷ്ണ എല്ലാവരും, ഒപ്പം തന്നെ PCC അധ്യക്ഷൻ രാജേഷ് റാം തുടങ്ങിയവർ, ഷക്കീൽ അഹമ്മദ് ഖാൻ തുടങ്ങിയവരൊക്കെ തന്നെ അവിടെ എത്തിയപ്പോൾ വലിയ പ്രതിഷേധമുണ്ടായി. പ്രത്യേകിച്ച് ചില സീറ്റുകളിൽ കാശ് വാങ്ങി നേതാക്കൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു എന്നാണ്
പ്രവർത്തകർ ആരോപിക്കുന്നത്. അതായത് രാജേഷ് ടം PCC അധ്യക്ഷനാണ്, അദ്ദേഹത്തിനെതിരെയാണ് പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കിയത്. ഈ സമയം തന്നെ MP കൂടിയായ പപ്പു യാദവിന്റെ അനുയായികൾ അവിടെ ഉണ്ടായിരുന്നു. അവരും ഒരു വിഭാഗം പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായി. നേതാക്കൾക്കെതിരെ പരസ്യമായി പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി. അങ്ങനെ മോശം സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. ഏതായാലും ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അന്തിമമായി വരുമ്പോൾ ഉണ്ടാകില്ല, അതെല്ലാം മാറ്റി നിർത്തപ്പെടുമെന്നൊരു പ്രതീക്ഷയാണ് കോൺഗ്രസും മറ്റ് സഖ്യ നേതാക്കളും ഒക്കെ തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ പ്രഖ്യാപനത്തിലേക്ക് കടക്കാനാണ് ഇന്ത്യ സഖ്യത്തിന് തീരുമാനം. കാരണം ഇതിനോടകം തന്നെ BJP മൂന്നാം ഘട്ട പട്ടിക ഇന്നലെ പുറത്തു വന്നു. 18 സീറ്റുകളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടുകൂടി 101 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ BJP പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവിടെ ഉപേന്ദ്ര കുശ്വാഹയാണ് ഏറ്റവും ഒടുവിലായി ചില തർക്കം ഉന്നയിച്ചിരുന്നത്. അദ്ദേഹവുമായി ഇന്നലെ അമിത്ഷാ ചർച്ച നടത്തി. കൂടുതൽ സീറ്റ് എന്നതിന് പകരം രാജ്യസഭാ സീറ്റ്, നിലവിലെ ടേം കഴിഞ്ഞാൽ ഒരു തവണ കൂടി രാജ്യസഭാ സീറ്റ് നൽകാമെന്ന് അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തു. അതിനുശേഷം അവരും RLM-ഉം 6 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അങ്ങനെ NDAയിൽ ഏതാണ്ട് സീറ്റുകളൊക്കെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോഴും ഇന്ത്യ സഖ്യത്തിലേക്ക് ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഇന്ന് തന്നെ പ്രഖ്യാപനം നടത്താനാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. ഭവ്യ. ചെറിയ രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് സംബന്ധിച്ച് തനിക്ക് ഉറപ്പ് നൽകിയെന്നും ട്രംപ് പറഞ്ഞു. റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളിലെ വലിയ ചുവടുവയ്പ്പാണിത്. ചൈനയെയും ഇത് തന്നെ ചെയ്യാൻ പ്രേരിപ്പിക്കുമെന്നും ട്രംപ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. Great relationship. He just said that 2 days ago, as you know. We have a great relationship. No, we were not happy with him buying oil from Russia, because that lets Russia continue on with this ridiculous war where they've lost 1.5 million people, by the way. Russia's lost 1.5 million people, soldiers mostly. This is a war that should have never started, but it's a war that Russia should have won in the first week, and they're going into the 4th year. And I want to see it stop. So I was not happy that India was buying oil. And he assured me today that they will not be buying oil from Russia. That's a big stop. പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത് ഈ വിഷയത്തിലെ ട്രംപിന്റെ മാത്രം നിലപാടാണ്. നമുക്കറിയാം, റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താനുള്ള വലിയ ശ്രമങ്ങൾ ഇതിനു മുൻപും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്, ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു പരാമർശമാണ്, റഷ്യക്കെതിരെയുള്ള കരുനീക്കമാണ്. ഈ വിഷയത്തിൽ ഇതുവരെ ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യ പ്രതികരിച്ചാൽ മാത്രമേ ഈ സംഭവത്തിന്റെ യഥാർത്ഥ വസ്തുത എന്ത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരുന്നു. അജയ്, ഇന്ത്യ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ ട്രംപിന്റെ ഈ വാക്കുകൾ എത്രമാത്രം വിശ്വസനീയമായിരിക്കും? ഇന്ത്യ എന്തുകൊണ്ടായിരിക്കും പ്രതികരിക്കാത്തത്? വിവരങ്ങൾ. മറ്റ് വാർത്തകളിലേക്ക് പോകുന്നു. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും സംബന്ധിച്ച 48 മണിക്കൂർ താൽക്കാലിക വെടിനിർത്തൽ തുടരുന്നു. ക്രിയാത്മകമായ പ്രശ്നപരിഹാരത്തിനായി ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തുമെന്നാണ് ഇരു രാജ്യങ്ങളും പരസ്പരം സമ്മതിച്ചിട്ടുള്ളത്. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരുന്നു. അജയ്, വിശദാംശങ്ങൾ. ഭവ്യ, ഇന്നലെ വൈകുന്നേരം 6:30 മുതലാണ് ഈ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിൽ ഇത്തരത്തിലൊരു വെടിനിർത്തൽ കരാർ അത് നിലവിൽ വന്നത്. ഇപ്പോഴും അത് സമാധാനപരമായി തന്നെ തുടരുന്നു എന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. ഇരുപക്ഷത്തും കടുത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായതായി വിവരം ലഭിക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാന്റെ 200ഓളം താലിബാൻ പ്രവർത്തകരെ വധിച്ചു എന്നാണ് പാകിസ്ഥാൻ വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ ഇന്നലെ ബുധനാഴ്ച പാകിസ്ഥാന്റെ ഒരു സൈനിക പോസ്റ്റ് തകർന്നിരുന്നു. അവരുടെ ഒരു ടാങ്കിനും നാശനഷ്ടം സംഭവിച്ചിരുന്നു. തങ്ങളുടെ 23 സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാൻ ഇന്നലെ പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് അവരുടെ പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള മിസൈൽ ആക്രമണത്തിൽ അവരുടെ 12 സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ 100ഓളം പേർക്ക് പരിക്കേറ്റതായിട്ടും അഫ്ഗാനിസ്ഥാൻ പറയുന്നുണ്ട്. എന്നാൽ പാകിസ്ഥാൻ ഈ ആരോപണം നിഷേധിച്ചുകൊണ്ട് പറയുന്നത് തങ്ങൾ ഈ തീവ്രവാദികൾ കടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു പാലം മാത്രമാണ് നശിപ്പിച്ചത്, അല്ലാതെ സാധാരണക്കാർക്ക് നേരെ ആക്രമണം
ആക്രമണം നടത്തിയിട്ടില്ല എന്ന് പാകിസ്ഥാൻ വാദിക്കുന്നു. അഫ്ഗാനിസ്ഥാൻ പൂർണ്ണമായിട്ടും പാകിസ്ഥാന് അകത്തേക്ക് നടത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ, പ്രധാനമായിട്ടും പാകിസ്ഥാൻ താലിബാൻ വഴി നടത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളും ഫണ്ടിങ്ങും അവസാനിപ്പിച്ചാൽ മാത്രമേ ഈ ആക്രമണം അവസാനിപ്പിക്കൂ എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത്. എന്നാലും താൽക്കാലികമായി വെടിനിർത്തലിലൂടെ ഇരു രാജ്യങ്ങളും ക്രിയാത്മകമായി വിഷയം സംസാരിക്കുമെന്നും ഈ സംഘർഷം അവസാനിപ്പിക്കാനായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും എന്നുമാണ് അവർ നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്ത് എന്ന് പറയുന്ന ഒരു വാദം എന്ന് പറയുന്നത് പാകിസ്ഥാൻ അവരുടെ രാജ്യം വഴി ISISന്റെ പ്രവർത്തനം അത് സജീവമായി തുടരുന്നു, അവരുടെ തീവ്രവാദികൾ അത് തങ്ങളുടെ രാജ്യത്ത് പ്രശ്നമുണ്ടാക്കുന്നു എന്ന് അഫ്ഗാനിസ്ഥാൻ പറയുന്നുണ്ട്. ഇതേസമയം അഫ്ഗാനിസ്ഥാനിലെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള അഫ്ഗാനിസ്ഥാനിലേക്ക് പ്രധാനമായിട്ടും ഭക്ഷണം, കുടിവെള്ളം, മറ്റ് സാധന സാമഗ്രികൾ എന്നിവയെല്ലാം എത്തിക്കൊണ്ടിരുന്നത് പാകിസ്ഥാൻ വഴിയായിരുന്നു. ഈ പാകിസ്ഥാൻ തങ്ങളുടെ അതിർത്തികൾ അടച്ച ശേഷം നിരവധി വാഹനങ്ങൾ അതിർത്തി മേഖലയിൽ കെട്ടിക്കിടക്കുകയാണ്. ട്രക്കുകളും വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ ഈ അതിർത്തി മേഖലയിലുണ്ട്. ഇത് മേഖലയിൽ വലിയ ഗതാഗത കുരുക്കിനും കാരണമായിട്ടുണ്ട്. ഇവയൊന്നും ഇപ്പോഴും അഫ്ഗാനിസ്ഥാനിലേക്ക് കടത്തിവിടാൻ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിർത്തി മേഖലയിലെ ജനങ്ങൾ പട്ടിണിയിലുമാണ്. റഷ്യ ഈ ആക്രമണത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ചൈനയും ഈ ഇരു രാജ്യങ്ങളും സംഘർഷം ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രംപ് ഈ ഒരു ഗാസ ഡീൽ അതൊന്ന് അതിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് കടന്നതിന് ശേഷം പാകിസ്ഥാൻ്റെയും അഫ്ഗാനിസ്ഥാൻ്റെയും കാര്യത്തിൽ ഇടപെടുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ കാര്യമായിട്ട് ഇക്കാര്യത്തിൽ അദ്ദേഹം നിലവിൽ പ്രതികരിച്ചിട്ടില്ല. എന്തായാലും ഈ വെടിനിർത്തൽ അതിനെ തുടർന്നുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.